വളരും തോറും പിളരുമെന്നും പിളരും തോറും വളരുമെന്നും കേരള കോൺഗ്രസിനെ വിശേഷിപ്പിച്ചത് സാക്ഷാൽ കെ എം മാണി തന്നെയാണ്. ഇതേ കെ എം മാണിയെ ചൊല്ലിയാണ് കേരള കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള ഒട്ടുമിക്ക പിളർപ്പുകളും എന്നത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. പിളർപ്പുകളേറെ കണ്ട കേരള കോൺഗ്രസ് മറ്റൊരു പിളർപ്പിന്റെ വക്കിലാണ്. അതിന്റെ ഒരു പ്രഖ്യാപനം മാത്രമാണ് ബാക്കി. മാനസികമായി രണ്ടു വഴിക്കായി കഴിഞ്ഞ കെ എം മാണിയും പി ജെ ജോസഫും ഇനി ഒന്നിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടി വരും. ഇതുവരെ കണ്ട പിളർപ്പുകളെ പോലെ തന്നെ ആസന്നമായിരിക്കുന്ന ഈ പിളർപ്പിനും കാരണം ആശയപരമായ ഭിന്നതയല്ല, പതിവുപോലെ അധികാരം തന്നെയാണ്. കേരള കോൺഗ്രസ് എമ്മിലേക്ക് പി ജെ ജോസഫും സംഘവും വന്ന് ലയിച്ചത് ഒട്ടൊരു അത്ഭുതത്തോടെയാണ് രാഷ്ട്രീയ കേരളം കണ്ടത്. നേരത്തെ ഈ കൂട്ടുപൊളിച്ചാണ് ജോസഫ് LDFിലേക്ക് ചേക്കേറിയതും വർഷങ്ങളോളം അവിടെ ഘടകകക്ഷിയായതും. കേരള കോൺഗ്രസുകളുടെ ഐക്യം കൂടെ ഇരിക്കുമ്പോൾ പൊടി തട്ടിയെടുക്കുന്ന പുസ്തകം പോലെയാണ്. കൂടെ ഒന്നിക്കും, പതിവുപോലെ പിരിയും. ഒരു പാർട്ടിയിലിരിക്കുമ്പോഴും പല പാർട്ടികളായിരുന്ന സമയത്തെ പാർട്ടി ഓഫീസുകളൊന്നും വിടില്ല. എപ്പോഴാണ് പിരിയുന്നതെന്ന് അറിയില്ലല്ലോ. അത്രയ്ക്കാണ് ലയനത്തിലുണ്ടാകുന്ന പരസ്പര വിശ്വാസം. മാണിയും ജോസഫും PC ജോർജും ഒറ്റ പാർട്ടിയായി നിന്ന കാലം. ആദ്യം കൂട്ടുപൊളിച്ച് PC ജോർജ് പോയി. LDFിലും UDFിലും ഇല്ലാത്ത PC ജോർജ് കേരള കോൺഗ്രസ് എന്ന പേര് പോലും ഉപേക്ഷിച്ച് ഇപ്പോൾ കേരള ജനപക്ഷത്തിന്റെ നേതാവാണ്. പുറമെ ഒന്നെന്ന് ഭാവിച്ച് രണ്ടായി മുന്നോട്ട് പോയിരുന്ന മാണിയും ജോസഫും ഒടുവിൽ അനിവാര്യമായ ആ വഴിപിരിയലിന്റെ വക്കിലാണ്. അതിന് വേഗം കൂട്ടിയത് പാർട്ടിയിലെ അധികാര തർക്കവും. പുറത്തുനിന്ന് നോക്കുമ്പോൾ കോട്ടയം സീറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണെന്ന് തോന്നുമെങ്കിലും ഈ വഴിപിരിയലിന്റെ യഥാർത്ഥ കാരണം പാർട്ടിയിലെ അധികാര കസേരയെ ചൊല്ലിയുള്ള തർക്കമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടി പ്രവർത്തകരെ സജ്ജരാക്കാൻ കേരള കോൺഗ്രസ് നടത്തിയ കേരള യാത്രയാണ് ഏറ്റവും ഒടുവിൽ വഴിപിരിയലിന്റെ ഇന്ധനമായത്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ നടന്ന യാത്രയുടെ ക്യാപ്റ്റനായി കെ എം മാണി നിശ്ചയിച്ചത് ജോസ് കെ മാണിയെ. കാസർഗോഡ് പോയി ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്ത് തിരിച്ചു വന്ന് പി ജെ ജോസഫ് ആ വെടി പൊട്ടിച്ചു. കേരള യാത്രയെക്കുറിച്ച് പാർട്ടിയിൽ ആലോചിച്ചിട്ടില്ല. കേരള യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചതിന്റെ തലേന്ന് ഗൾഫിലേക്ക് പറന്നു പി ജെ ജോസഫ്. അതിന് തലേന്ന് കൊല്ലത്ത് യാത്രയിൽ പങ്കെടുത്തെങ്കിലും നേതൃത്വവുമായുള്ള ഭിന്നത അതിനോടകം തന്നെ മറനീക്കി പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് ഒരു ചലനവും സൃഷ്ടിക്കാതെ ജോസ് കെ മാണിയുടെ കേരള യാത്ര അവസാനിച്ചു. പാർട്ടിയുടെ അമരത്തേക്ക് ജോസ് കെ മാണിയെ കൊണ്ടുവരാനുള്ള കെ എം മാണിയുടെ നീക്കമാണ് കേരള യാത്ര ക്യാപ്റ്റനാക്കി ജോസ് കെ മാണിയെ നിയമിച്ചതിന് പിന്നിലെന്ന് ജോസഫ് അതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. ലയനം കൊണ്ട് നഷ്ടമല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്ന പൊതുവികാരം ജോസഫ് വിഭാഗത്തിൽ നീർപോഞ്ഞു നിൽക്കുമ്പോഴാണ് കേരള യാത്ര നടക്കുന്നത്. അതിനു പിന്നാലെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കത്തിലേക്ക് പാർട്ടി പോകുന്നത്. പിണങ്ങിപ്പോയതിനു ശേഷം UDFിലേക്കുള്ള തിരിച്ചുവരവിൽ സമ്മാനമായി കിട്ടിയ രാജ്യസഭാ സീറ്റിലേക്ക് മാണി ജോസ് കെ മാണിയെ ആശീർവദിച്ച് അനുഗ്രഹിച്ചു വിട്ടിരുന്നല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയെ വീണ്ടും കോട്ടയത്ത് മത്സരിപ്പിക്കുന്നതിലെ റിസ്ക് മറ്റാരെക്കാളും നന്നായി മാണിക്കറിയാം. അങ്ങനെ കാലാവധി തീരും മുമ്പ് ജോസ് കെ മാണി ലോക്സഭ വിട്ട് രാജ്യസഭ MP ആയി. മാണിയുടെ ആ തീരുമാനത്തിൽ അമർഷമുണ്ടായിരുന്ന ജോസഫും കൂട്ടരും പക്ഷേ ശരിക്കും പ്രകോപിതരായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജന ചർച്ചകളിലാണ്. കോട്ടയത്തിനു പുറമെ മറ്റൊരു സീറ്റ് കൂടി വേണമെന്ന് ആദ്യം പാർട്ടിയിൽ ആവശ്യപ്പെട്ടത് പി ജെ ജോസഫാണ്. ഇടുക്കിയോ ചാലക്കുടിയോ വേണമെന്ന് ജോസഫ് ആവശ്യപ്പെട്ടു. കോട്ടയം സീറ്റിൽ മാണി ഇഷ്ടക്കാരെ ആരെങ്കിലും സ്ഥാനാർത്ഥിയാക്കുമെന്ന കണക്കുകൂട്ടലായിരുന്നു ജോസഫിന്റെ ഈ ഡിമാൻഡ്. 2 സീറ്റ് കിട്ടില്ലെന്ന് ഉറപ്പായിരുന്ന ജോസഫ് അടുത്ത പ്രഖ്യാപനവും നടത്തി. പാർട്ടിക്ക് കിട്ടുന്ന സീറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഇടുക്കിയും ചാലക്കുടിയും പഴയ മൂന്നൂരാണ് ചാലക്കുടി. അത് രണ്ടിടത്തും ഇപ്പോൾ UDFിന്റെ കയ്യിലല്ല സീറ്റ്. ആ 2 സീറ്റിൽ ഏതെങ്കിലും ഒരു സീറ്റ് വരുമ്പോൾ കഴിഞ്ഞ UDF തന്നെ ആവശ്യപ്പെടുകയുണ്ടായി. എന്റെ റിക്വസ്റ്റ് പാർട്ടിയുടെ മുമ്പിലുണ്ട്. എപ്പോഴും സ്വഭാവത്തിൽ വിശ്വാസിയാണ് ഞാൻ. പെട്ടുപോയത് മാണിയും ജോസ് കെ മാണിയുമാണ്. കോട്ടയം സീറ്റിൽ ഇഷ്ടക്കാരെ സ്ഥാനാർത്ഥിയാക്കാമെന്ന് പ്രതീക്ഷിച്ചു നിൽക്കുമ്പോഴാണ് ജോസഫിന്റെ പണി വരുന്നത്. ഇതോടെ 2 സീറ്റ് വേണമെന്നാവശ്യപ്പെടാൻ മാണി നിർബന്ധിതനായി. ഭിത്തിയോട് ഞങ്ങളെ ചേർത്ത് നിർത്തി ഒരു സീറ്റിൽ ഞങ്ങളെ ഒതുക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു പൊതു താല്പര്യം എന്നുള്ള നിലയ്ക്ക് എല്ലാം രമ്യമായിട്ട് പോകണമല്ലോ. കേരള കോൺഗ്രസ് എപ്പോഴും UDFിന് രമ്യമായി UDFിന്റെ ഐക്യം നിലനിർത്തുവാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളൊരു പാർട്ടിയാണ്. സീറ്റിന്റെ കാര്യത്തിൽ മാണി കോൺഗ്രസും തമ്മിൽ ഉഭയകക്ഷി ചർച്ചകൾ നടന്നു. 2 സീറ്റെന്ന ആവശ്യത്തിൽ ജോസഫ് ഉറച്ചു നിന്നു. 1 കൂടുതൽ നൽകാനാവില്ലെന്ന നിലപാടിൽ കോൺഗ്രസും.
ഒടുവിൽ കോട്ടയം സീറ്റ് മാത്രമെന്ന ധാരണയിൽ ചർച്ചകൾ അവസാനിച്ചു. കേരള കോൺഗ്രസ് ഒരു സീറ്റ് കൂടി ചോദിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇന്നത്തെ ദേശീയ സാഹചര്യത്തിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ മത്സരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഉള്ള പ്രധാനപ്പെട്ട കാര്യം. കിട്ടിയ കോട്ടയം സീറ്റിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന നിലപാടിൽ തന്നെയായിരുന്നു PJ ജോസഫ്. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ജോസഫ് പക്ഷം തയ്യാറായില്ല. ജോസഫിനെ കോട്ടയത്ത് മത്സരിപ്പിക്കുന്നതിലെ അപകടം എന്താണെന്ന് രാഷ്ട്രീയം അരച്ചു കലക്കി കുടിച്ച KM മാണിക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു തവണ കോട്ടയം ജോസഫിന് നൽകിയാൽ പിന്നീട് ഒരു കാലത്തേക്കും അത് തിരിച്ചു കിട്ടില്ലെന്ന് മാണിക്കറിയാം. ജോസഫ് കോട്ടയത്ത് ജയിക്കുകയും UP അധികാരത്തിലെത്തുകയും ചെയ്താൽ കിട്ടേണ്ട മന്ത്രിസ്ഥാനം പാർട്ടിയിലെ സീനിയറായി ജോസഫിലേക്ക് തന്നെ പോകും. ഇത് മാണിയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാവുന്ന കാര്യം പോലുമല്ല. ജോസ് കെ മാണി നിയന്ത്രിക്കുന്ന പാർട്ടിയിലെ നേതാവായി തുടരാൻ ഇല്ല എന്ന ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സീറ്റിന്റെ കാര്യത്തിൽ അമ്പിനും വില്ലിനും അടുക്കാതെ PJ ജോസഫ് നിലയുറപ്പിച്ചത്. സ്റ്റിയറിംഗ് കമ്മിറ്റിയും ഭാരവാഹി യോഗവും ഒക്കെ ചേർന്നെങ്കിലും കോട്ടയത്ത് മത്സരിക്കുമെന്ന നിലപാട് ജോസഫ് ആവർത്തിച്ചു. ഒരു ഘട്ടത്തിൽ PJ ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വം മാണി അംഗീകരിച്ചെന്ന മട്ടിൽ വരെ കേരള കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് വാർത്തകൾ വന്നു. പക്ഷേ മാണിയും വാശിയിൽ തന്നെയായിരുന്നു. താൻ വെള്ളമൊഴിച്ച് വളർത്തിയ പാർട്ടിയിൽ ജോസഫിന്റെ നേതൃത്വത്തിൽ ഒരു അധികാര കേന്ദ്രമുണ്ടായാൽ അത് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കുമെന്ന് മാണിക്കറിയാം. പാർട്ടി തീരുമാനിക്കട്ടെ, പാർട്ടിക്കകത്ത് ചർച്ച വരികയല്ലേ, ചർച്ച വന്നിട്ട് അതിനകത്ത് തീരുമാനമെടുക്കും. എന്നാൽ തീർച്ചയായിട്ടും പാർട്ടിക്കാർ ഓരോ നേതാക്കന്മാരുടെ അവരുടെ അഭിപ്രായം, പാർട്ടി ആരെയാണോ സ്റ്റിയറിംഗ് കമ്മിറ്റി ഉദ്ദേശിക്കുന്ന രീതിയും ഏത് രീതിയിൽ വേണം എന്നുള്ളത് പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റിക്കാണ് അതിന് അധികാരമുള്ളത്. സ്റ്റിയറിംഗ് കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷമേ പറയാൻ പറ്റൂ. എന്താണേലും പാർട്ടിയുടെ ഒരു തീരുമാനം പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞ പാർട്ടി ആലോചിക്കണ്ടല്ലോ. ഞാൻ വ്യക്തിപരമായ എന്റെ സ്വാഗതമൊന്നും അല്ലല്ലോ. സ്ഥാനാർത്ഥിയാകാൻ തയ്യാറെടുത്തു നിന്ന PJ ജോസഫിനെ തള്ളി കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായി KM മാണി മുൻ MLA തോമസ് ചാഴികാടന്റെ പേര് തീരുമാനിച്ച് നിർദ്ദേശിച്ചു. ഇവിടെ ഇന്ന് ഇരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ പാലായിൽ വെച്ച് അപ്പോൾ ഈ ന്യൂസ് അറിഞ്ഞുകൊണ്ട് നമ്മുടെ പാർട്ടി മണ്ഡലം പ്രസിഡന്റുമാരും മറ്റ് നേതാക്കളും എല്ലാം ഇവിടെ വന്നു. ഞാൻ ക്ഷണിച്ചിട്ടൊന്നും വന്നതല്ല. ഈ ന്യൂസ് അറിഞ്ഞുകൊണ്ട് അവർ സ്വയം അവരെല്ലാവരും കൂടി എത്തിയതാണ്. എത്തിയപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇത് ഇങ്ങനെയൊരു ധർമ്മസങ്കടത്തിലാണ് ഞാൻ, അപ്പോൾ എന്നെ ഒന്ന് സഹായിക്കണം, എന്താണ് ഞാൻ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ, അയ്യോ സാറേ ഒരിക്കലും പറ്റിയില്ല, അത് നമ്മുടെ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് അകത്തു നിന്നുള്ള ആൾ തന്നെ ആയിരിക്കണം, അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയുമില്ല, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ എതിരായിട്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനം നിർത്തേണ്ടി വരും എന്നൊക്കെ അവർ വളരെ കർക്കശമായി ഇവിടെ വെച്ച് സംസാരിക്കുകയുണ്ട്. അപ്പം ഞാൻ അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വിട്ടു, നമ്മുടെ പാർട്ടി പ്രവർത്തകരൊക്കെ ആയിട്ട് ആലോചിക്കട്ടെ, ഇവിടെ വികാരങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞങ്ങ് വിട്ടു. ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി പ്രവർത്തകരുടെ വികാരങ്ങൾ മാനിച്ചുകൊണ്ട് ആണ് ഞാൻ തോമസ് ചാഴികാടനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ടുള്ളത്. ആസന്നമായ മറ്റൊരു പിളർപ്പിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് സൂചനകൾ. തൊടുപുഴയിൽ PJ ജോസഫിന്റെ വസതിയിലും കോട്ടയത്ത് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലും കൂടിയാലോചനകൾ തകൃതിയാണ്. ഇനി ഒന്നിച്ചു പോകില്ലെന്ന വികാരം തന്നെയാണ് ഇരുപക്ഷവും പങ്കുവയ്ക്കുന്നത്. ജോസഫിനെ KM മാണി ചതിച്ചെന്ന വിമർശനം ജോസഫ് വിഭാഗം ഉയർത്തിക്കഴിഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയും പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയും ചർച്ച ചെയ്തപ്പോൾ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പേര് എന്ന നിലയിൽ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറിൻ്റെ പേരാണ് പരിഗണിച്ചത്. പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള തീരുമാനത്തിൽ വർക്കിംഗ് ചെയർമാൻ ശ്രീ PJ ജോസഫിന് സീറ്റ് ലഭിക്കും എന്ന പ്രതീക്ഷയാണ് മൊത്തത്തിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ PJ ജോസഫിന് സീറ്റ് ലഭിക്കുക എന്നുള്ളത് ഒരു പൊതുവികാരമായി തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. പാർട്ടിയുടെ തീരുമാനം പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ PJ ജോസഫിന് സീറ്റ് നിഷേധിക്കുന്ന വിധത്തിലാണ് വന്നത് എന്ന് സാഹചര്യം ഉണ്ടായപ്പോൾ
കേരള കോൺഗ്രസ് പാർട്ടി കെട്ടുറപ്പോടെ മുന്നോട്ട് പോകണം, ഒറ്റക്കെട്ടായി പോകണം എന്നാഗ്രഹിച്ച എല്ലാ പ്രവർത്തകർക്കും വേദനയും പ്രയാസവും ഉണ്ടാക്കിയ ഒരു തീരുമാനമായി അത് മാറുകയുണ്ടായി. എല്ലാവരും ചേർന്നാണ് തോമസ് ചാഴികാടനെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് ജോസ് കെ മാണി പറയുമ്പോൾ പാർട്ടി തീരുമാനിച്ച സ്ഥാനാർത്ഥി എങ്ങനെ മാറിയെന്നാണ് ജോസഫ് പക്ഷം തിരിച്ചു ചോദിക്കുന്നത്. മാണി സാറിന് ഇപ്പോൾ സുഖമില്ലാതിരിക്കുകയല്ലേ, അദ്ദേഹം അല്ലല്ലോ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് മുഴുവനും ജോസ് കെ മാണിയല്ലേ. അതിനുവേണ്ടി അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയർമാൻഷിപ്പ് പോലും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി ആയിരുന്നു കേരള യാത്ര അദ്ദേഹം സംഘടിപ്പിച്ചതൊക്കെ. ഇതൊക്കെ നമുക്ക് അറിയാവുന്നവർക്കും വിവരമുള്ളവർക്കും ബുദ്ധിശാലികളായ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. കൂറുമാറ്റ നിരോധന നിയമം അടക്കമുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പാർട്ടി വളർത്തി പഴയതുപോലെ ജോസഫ് വിഭാഗമായി പ്രവർത്തിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ ജോസഫിന് കഴിയില്ല. മുന്നണി വിട്ട് LDFിലേക്ക് പോകുന്നതിലും ജോസഫിന് താല്പര്യമില്ല എന്നാണ് സൂചനകൾ. UDFിൽ തന്നെ ഘടകകക്ഷിയായി നിൽക്കാനാണ് ജോസഫിന്റെ ശ്രമം. അതിന് കോൺഗ്രസ് സഹായിക്കണം. കോൺഗ്രസ് പ്രശ്നത്തിൽ ഇടപെട്ട് മാണിയുടെ സമ്മതത്തോടെ ജോസഫിനെ ഘടകകക്ഷിയാക്കണം. അതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ജോസഫ് പക്ഷമെന്നാണ് സൂചനകൾ. ഇപ്പുറത്ത് ജോസഫ് മാണിയെയും UDFിനെയും വിട്ട് പുറത്തു വന്നാൽ തീരുമാനിക്കാമെന്ന മട്ടിലാണ് CPM. തൽക്കാലം ഗാലറിയിലിരുന്ന് കളി കാണും. PJ ജോസഫിനെ പോലുള്ള ഒരു സമന്നതരായ നേതാവിന്, കേരള കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റിന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടൊരു സീറ്റ് കിട്ടിയില്ല എന്നുള്ളത് PJ ജോസഫിന് ആ പാർട്ടിയിൽ യാതൊരുവിധ സ്വാധീനവുമില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പരസ്യമായിട്ട് നിലപാട് സ്വീകരിച്ച് സീറ്റ് നിഷേധിച്ച സാഹചര്യത്തിൽ ഇനിയും ഈ മാണിയുടെ കൂടെ തുടരണമോ എന്ന് PJ ജോസഫാണ് തീരുമാനിക്കേണ്ടത്. ജോസഫ് അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം തീരുമാനിക്കട്ടെ, ജോസഫല്ലേ തീരുമാനിക്കട്ടെ. നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? നാണം കെട്ട പാർട്ടിയിൽ തന്നെ തുടരാനാണ് ഉദ്ദേശിക്കുന്നത്, തുടരട്ടെ. ഇടതുമുന്നണിയിലേക്ക് വരാൻ താല്പര്യം കാണിച്ചാൽ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ താല്പര്യമൊന്നും കാണിച്ചിട്ടില്ലല്ലോ. ഈ മഴ പെയ്യുന്നതിന് മുമ്പേ കുട പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ലയനത്തിന് ശേഷം കാര്യമായ പരിഗണന കിട്ടാത്തതിന്റെ അമർഷം ജോസഫ് വിഭാഗത്തിന് നന്നായുണ്ട്. ഇപ്പോഴത് എല്ലാ മറയും നീക്കി പുറത്തു വന്നിരിക്കുന്നു എന്ന് മാത്രം. പാർട്ടി യോജിക്കേണ്ടിയിട്ട് മന്ത്രിസ്ഥാനം പോലും രാജിവെച്ച്, എല്ലാം രാജിവെച്ച് പാർട്ടിയുടെ യോജിപ്പ് ഒന്നായി കേരള കോൺഗ്രസ് ശക്തമായിട്ട് വരണമെന്നുള്ള ഒരൊറ്റ അഭിപ്രായത്തിലാണ് അന്ന് 2010 യോജിക്കുന്നത്. അതിനുശേഷം പറഞ്ഞ വ്യവസ്ഥകളൊന്നും പാലിച്ചിട്ടില്ല. ഒരു കാര്യം ആലോചിക്കില്ല, ഞങ്ങളോടും ആലോചിക്കില്ല, PJ ജോസഫ് സാറിനോടും ആലോചിക്കില്ല. ഏകാധിപത്യമായിട്ട് ജോസ് കെ മാണി തീരുമാനിക്കും, അത് ചെവി പറയും, ചെയർമാൻ്റെ ചെവി പറഞ്ഞ് കാര്യങ്ങൾ നടത്തുക. അത് ഇതുവരെ ശ്രമിച്ചു. ഇനി ഏറ്റവും അതായത് അവർ പറഞ്ഞ ഇപ്പം പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ്. MLA മത്സരിക്കാൻ പാടില്ല. MLA പാർലമെൻറ്റിലേക്ക് UDFിലും LDFിലും എത്രയോ MLA മത്സരിക്കുന്നു. പിന്നെ പറഞ്ഞത് ജില്ല മാറാൻ പാടില്ല. വിവരമെന്ന് പറയുന്ന ലെവരാശം ഉണ്ടെങ്കിൽ അത് പറയുക. ഇടതുമുന്നണിയിൽ പ്രതാപത്തോടെ നിന്നിരുന്ന തങ്ങളെ കേരള കോൺഗ്രസ് എമ്മിലേക്ക് കൊണ്ടുവരാൻ മുൻകൈയെടുത്ത കെ മാണി ലയനത്തിന് ശേഷം കൈയെടുത്തു എന്ന് ജോസഫ് വിഭാഗം പറയുന്നു. പാർട്ടിയിലെ രണ്ടാമനായ PJ ജോസഫിനെ നോക്കിക്കുത്തിയാക്കി സുപ്രധാന തീരുമാനങ്ങൾ മാണിയും ജോസ് കെ മാണിയും ചേർന്നെടുക്കുന്നു. കെ മാണിയെ മുൻനിർത്തി ജോസ് കെ മാണിയാണ് ഇപ്പോൾ പാർട്ടി നിയന്ത്രിക്കുന്നതെന്ന് പറയുന്ന ജോസഫ് പക്ഷം അപമാനം സഹിച്ച് എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് ചോദിക്കുന്നു. പിരിയുകയല്ലാതെ വേറെ വഴികളില്ല. ഏതായാലും ജോസഫിനോട് എനിക്ക് പറയാനുള്ളത്, ജോസഫിനെ വേണ്ടി ചോദിച്ചുകൊണ്ട് ഈ പശുവിനെ കറവ് വേണോ രാഷ്ട്രീയം വേണമെന്ന് ജോസഫ് തീരുമാനിക്കണം. അന്തസ്സായിട്ട് ഇറങ്ങി വരണം. അത് UDFിൽ നിന്ന് ഇറങ്ങി വരണമെന്ന് ഞാൻ പറയുന്നില്ല, അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തീരുമാനം. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തൻ്റെ ഇടമായി ജോസഫ് കോട്ടയത്ത് മത്സരരംഗത്ത് വരണം. അപ്പോഴേ ജോസഫ് വീര്യമുള്ളവനാണെന്നും തൻ്റെ ഇടമുള്ളവനാണെന്നും ജനം വിശ്വസിക്കും. ഇല്ലെങ്കിൽ ജോസഫിൻ്റെ കൂട്ടത്തിൽ അനുയായിയായിട്ട് ആരും കാണുകയില്ല. ഞാൻ പറഞ്ഞ പശുവിനക്കറ തന്നെയാവും നന്മ. LDFും UDFും അല്ലാതെ കേരളത്തിൽ വേറെ സാധ്യതകളുണ്ടെന്ന് PJ ജോസഫിനോട് പറയുന്ന PC ജോർജും ജോസഫിന്റെ പഴയ അനുയായികളും നിലവിൽ ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയുമായ ജനാധിപത്യ കേരള കോൺഗ്രസുമെല്ലാം PJ ജോസഫ് മാണിയെ വിട്ട് പുറത്തു വരാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഒരു തീരുമാനമെടുക്കട്ടെ. തീരുമാനമെടുത്താൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിയുമായി യോജിക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല. അപ്പോൾ അത് മാണി ഗ്രൂപ്പിൽ നിന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് UDFിൽ നിന്ന് ഇവിടെ പറഞ്ഞു വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങളതിനെ സ്വാഗതം ചെയ്യും. KM മാണിയേക്കാൾ ഉന്നതമായ ഒരു രാഷ്ട്രീയ നിലയിലേക്ക് ഒരു തീരുമാനം PJ സാർ തീരുമാനമെടുത്താൽ ഉയർന്നു പോകാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്.
അതിന് PO സാർ തയ്യാറാകുമോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. മാണിയെ വിടുമെന്ന കാര്യം ഉറപ്പാണെങ്കിലും മുന്നണി മാറ്റം പോലുള്ള നീക്കങ്ങളൊന്നും ജോസഫിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട. അത് നടത്താനാവുന്ന ഒരു സാഹചര്യമല്ല. PJ ജോസഫ് വളരെ ഉന്നതനായ ഒരു നേതാവാണ്. PJ ജോസഫ് വളരെ വികാരമായി ചിന്തിക്കുന്ന ഒരാളല്ല, മാത്രമല്ല പറയട്ടെ. അതുകൊണ്ട് PJ ജോസഫ് ഇത് ഉൾക്കൊള്ളും, ഈ വികാരം ഉൾക്കൊള്ളും എന്ന് ഞാൻ കരുതുന്നു. ഇത് നീതിപൂർവമായ ഒരു തീരുമാനമല്ല. വളരെ അസാധാരണമായി ഒരു പാർലമെന്റ് സ്ഥാനാർത്ഥിയെ മണ്ഡലം പ്രസിഡന്റുമാരെ വിളിച്ചു ചേർത്ത് അഭിപ്രായം എടുക്കുക എന്നുള്ളത് കേട്ടുകേൾവില്ലാത്തൊരു കാര്യമാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ഒരു ഭൂരിപക്ഷം ആണ് കരുതുന്നത് മനസ്സിലാക്കാതല്ല. കോട്ടയം ജില്ലയിലെ വികാരം എന്ന് പറഞ്ഞാൽ ഒരു ജില്ല മാറി മത്സരിക്കാൻ പാടില്ല. ഇടുക്കിയിൽ തന്നെ PJ കുര്യൻ, PC ചാക്കോ, KM മാത്യു ഇവിടെ ഒന്ന് മത്സരിച്ചിട്ടുണ്ട്. ഇത് വളരെ സാധാരണമായൊരു കാര്യമാണ്. റോഷി അഗസ്റ്റിൻ തന്നെ കോട്ടയം ജില്ലയിലെ ആൾ ഇടുക്കി വന്ന് മത്സരിക്കും. ആ ഒരു കാരണം പറഞ്ഞ് എൻ്റെ ഈ സ്ഥാനാർത്ഥിയെ നിഷേധിക്കുന്ന രീതിയാണ് ആരംഭിച്ചത്. അതൊട്ടും ശരിയായിട്ടുള്ളതല്ല. അത് ആ മാനദണ്ഡം ഒരിക്കലും അംഗീകരിക്കപ്പെടുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് വരുന്ന കാര്യങ്ങൾ ഞാൻ UDFൻ്റെ ഒരു ശക്തനായ ഏറ്റവും UDFിനോട് ചേർന്ന് പോകുന്ന ഒരാളാണ്. UDFിനെ സംരക്ഷിക്കാൻ പല നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് UDF നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലാണ്. ഡൽഹിയിൽ നിന്നും അവർ മടങ്ങിയെത്തിയാൽ UDF നേതൃത്വവുമായി ആലോചിച്ച് അനന്തര പരിപാടികൾ രൂപീകരിക്കും. ഏതായാലും KM മാണിയോടൊപ്പം നിൽക്കുന്ന ചില നേതാക്കൾക്കെങ്കിലും മാണി ജോസഫിനോട് ചെയ്തത് ശരിയായില്ലെന്ന അഭിപ്രായമാണ്. പാർട്ടിയിലെ മുതിർന്ന നേതാവായ ജോസഫിനെ കോട്ടയത്ത് മത്സരിപ്പിച്ചിരുന്നെങ്കിൽ കാര്യങ്ങൾ അനുകൂലമായേനെ എന്ന വികാരവും ഇവർ പങ്കുവയ്ക്കുന്നു. മാണി പ്രഖ്യാപിച്ച തോമസ് ചാഴികാടന് വിജയസാധ്യതയില്ലെന്ന വിമർശനം കോൺഗ്രസിന്റെ കോട്ടയം പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു കഴിഞ്ഞു. വലിയ തർക്കവും കയ്യാങ്കളിയും യോഗത്തിൽ ഉണ്ടായി എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. കോട്ടയത്തെ റിസൾട്ട് ജനാധിപത്യ മുന്നണിക്ക് വളരെ ശക്തിയുള്ളതാണ്. അതാണ് ഞാൻ നേരെ സൂചിപ്പിച്ചത്. വിജയസാധ്യതയുടെ അടിസ്ഥാനത്തിലുള്ള മാനദണ്ഡമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മുൻതൂക്കം കൊടുക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വിലയിരുത്തൽ കേരള കോൺഗ്രസ് നടത്തണം. അതിനെക്കുറിച്ച് സ്വാഭാവികമായും ആ തലത്തിലേക്ക് വരുമ്പോൾ മുന്നണിയും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുമെന്ന സംശയമില്ല. കേരള കോൺഗ്രസിനുള്ളിലെ ലഹളയിൽ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നത് കോൺഗ്രസാണ്. കോട്ടയം സീറ്റിന്റെ പേരിൽ മാണിയും ജോസഫും തമ്മിലടിക്കുമ്പോൾ പ്രഷർ കൂടുന്നത് കോൺഗ്രസിനാണ്. കാരണം ഈ ഉടക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഇടുക്കി സീറ്റിലെ സാധ്യതകളെ ബാധിക്കുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട്. PJ ജോസഫിന്റെ മണ്ഡലമായ തൊടുപുഴയടക്കം ഇടുക്കി മണ്ഡലത്തിലാണ്. മാണിയുമായി പിണങ്ങിയ ജോസഫിനെ കൂടെ നിർത്താനുള്ള ആലോചനയിലും തീരുമാനത്തിലുമാണ് കോൺഗ്രസ് എന്നാണ് സൂചനകൾ. ജോസഫിന്റെ ആഗ്രഹം പോലെ തന്നെ ഘടകകക്ഷിയായി UDFിൽ ജോസഫിനെ നിലനിർത്താമെന്നുള്ള ഉറപ്പ് ജോസഫിന് നൽകാനായിരിക്കും കോൺഗ്രസിന്റെ തീരുമാനം. കേരള കോൺഗ്രസിലെ പ്രശ്നം ആഭ്യന്തര പ്രശ്നമാണെന്ന നിലപാടിലാണ് തൽക്കാലം കോൺഗ്രസെങ്കിലും അടിമൂത്താൽ പ്രശ്നത്തിൽ ഇടപെടുമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചില കക്ഷികളിലൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പരിഹരിക്കേണ്ടത് ആ കക്ഷി തന്നെയാണ്. കക്ഷി പരിഹരിക്കാനുള്ള ശ്രമം നടത്തി വരികയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. നോക്കട്ടെ, അതിപ്പോൾ നമ്മൾ ചാടിക്കയറി ഒരു അഭിപ്രായം പറയേണ്ട സമയമല്ല. അത് ഞങ്ങൾ ആലോചിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് അത് വന്നിട്ടില്ല. അത് കേരള കോൺഗ്രസ് പരിഹരിക്കേണ്ട വിഷയമാണ്. അതിന് നേതൃത്വം ആ പാർട്ടിക്കുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇടുക്കിയിലെ കോൺഗ്രസ് നേതാക്കൾ PJ ജോസഫിനെ കാണാൻ വീട്ടിലെത്തിയതും രാഷ്ട്രീയ നിരീക്ഷകർ കൗതുകത്തോടെയാണ് കാണുന്നത്. നേതാക്കളെത്തിയത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ സന്ദേശവുമായാണ് എന്നാണ് വിലയിരുത്തൽ. ജോസഫിനെ കണ്ടുമടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് അദ്ദേഹം UDFിന്റെ അവിഭാജ്യ ഘടകമാണ് എന്നായിരുന്നു. മറ്റൊന്നും പറഞ്ഞില്ലെങ്കിലും മാണിയുടെ പേരിൽ ജോസഫിനെ ഒഴിവാക്കാൻ കോൺഗ്രസ് തയ്യാറല്ലെന്ന കൃത്യമായ സൂചനകൾ കോൺഗ്രസ് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കന്മാർ ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പ്രാപ്തരായിട്ടുള്ള ലീഡർഷിപ്പ് കോൺഗ്രസിലും UDFിനും ഉണ്ട്. അത് ഏറ്റവും നല്ല നിലയിൽ തന്നെ പരിഹരിക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കോൺഗ്രസ് ഉറച്ച പിന്തുണ തുറന്നു നൽകുന്നു. ഇല്ല, അതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ലീഡേഴ്സ് അത് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് ജോസഫിന്റെ ഇനിയുള്ള നീക്കമെന്നാണ് അറിയാനുള്ളത്. കോൺഗ്രസ് നേതൃത്വം പ്രശ്നത്തിൽ ഇടപെടുമെന്നും അനുകൂല തീരുമാനമുണ്ടാകുമെന്നും PJ ജോസഫ് ഇപ്പോഴും പറയുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നും സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. ഇന്നലെയും വളരെ ശുഭപ്രതീക്ഷയിലാണ് പോയത്. പക്ഷേ കാര്യങ്ങൾ മറിച്ചായിരുന്നു. ഒന്നും തീർന്നിട്ടില്ലല്ലോ. UDF
നേതാക്കളുമായി ഞാൻ ചർച്ച നടത്തും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത നടപടി. അല്ല, അത് കോൺഗ്രസ് നേതാക്കന്മാരെ കാണും. അങ്ങനെ ഒന്നുമില്ല. ചർച്ച ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. എല്ലാം ശുഭമായി പര്യവസാനിക്കും എന്ന് ഇപ്പുറത്ത് പ്രചാരണത്തിൽ സജീവമാകാൻ തോമസ് ചാഴിക്കാടനോട് നിർദ്ദേശം നൽകി ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇനിയില്ലെന്ന് വ്യക്തമാക്കി മാണിയും ജോസ് കെ മാണിയും. കോട്ടയം പാർലമെന്റ് സ്ഥാനാർത്ഥി ശ്രീ തോമസ് ചാഴികാടൻ അദ്ദേഹം നമ്മോട് കൂടിയുണ്ട്. അദ്ദേഹം ലോക്സഭയിലേക്ക് നടക്കുന്ന ഈ മത്സരത്തിൽ വൻപിച്ച ഭൂരിപക്ഷത്തോട് വിജയിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ഒരഭിപ്രായ വ്യത്യാസമില്ല. നിങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മതി. ഒരു ഔദ്യോഗിക പ്രചരണം തുടങ്ങുവാണ് ഇവിടെ നിന്ന്. അതെ. അനുഗ്രഹം മേടിച്ചു. എല്ലാ അനുഗ്രഹവും കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും അനുഗ്രഹം, എന്നെ മാത്രമല്ലോ, കേരള കോൺഗ്രസിന്റെ മുഴുവൻ അനുഗ്രഹവും പി ജെ ജോസഫ് സാർ ഉൾപ്പെടെയുള്ളവരുടെ എല്ലാവർക്കും. വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടി അടുത്ത പിളർപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ജോസ് കെ മാണിയാണ്. മുഗളന്മാരുടെ ഭരണമാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൽ കഴിഞ്ഞ 9 വർഷമായിട്ട് നടക്കുന്നത്. മുഗൾ രാജവംശത്തിൻ്റെ ചരിത്രം അറിയാമല്ലോ. ഔറംഗസീബിന് രാജാവാകാൻ വേണ്ടി ഷാജഹാൻ സ്വന്തം അപ്പനെ തടങ്കലിലാക്കി. അങ്ങനെ രാജാധികാരം ഏറ്റെടുത്തു. ഇത്രയും പിളർപ്പുകൾ കഴിഞ്ഞിട്ടും വളർന്നു എന്ന് ചോദിച്ചാൽ വളരും തോറും പിളരുമെന്ന മാണിയുടെ വാചകം പിളരും തോറും പിളരും എന്ന് മാറ്റി പറയേണ്ടി വരും. സകലം ഒന്ന് ഇറങ്ങി തന്നാലേ